ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യണത് എന്താ വെച്ചാൽ ഈക്വൽ ഓഫ് മെട്രിക്സ് എന്താണെന്നുള്ളതാണ്. രണ്ട് മെട്രിക്സ് എപ്പോഴാണ് ഈക്വൽ എന്ന് പറയാന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, ഒരു മെട്രിക്സ് ഉണ്ട്. ആദ്യം എ എന്നുള്ളൊരു മെട്രിക്സ് ഉണ്ട്. ഇപ്പോൾ എ എന്നുള്ള മെട്രിക്സ് ആണ് AIJ എന്നുള്ളൊരു മെട്രിക്സ് ഉണ്ട്. അതേപോലെ ബി എന്നുള്ളൊരു മെട്രിക്സ് ഉണ്ട്, BIJ എന്നുള്ളൊരു മെട്രിക്സ് ഉണ്ട്. ഈ രണ്ട് മെട്രിക്സ് എപ്പോഴാണ് ഈക്വൽ എന്ന് പറയാന്നുള്ളതാണ്. ആദ്യം നമ്മൾ ഒന്നാമത്തെ കണ്ടീഷൻ, ഈ എൻ്റെ ഓർഡറും ബിൻ്റെ ഓർഡറും എന്താവണം, ഈക്വൽ ആവണം. അതായത് ഓർഡർ ഓഫ് ടു മെട്രിക്സ് ആർ ഈക്വൽ. അതായത് ഈ രണ്ട് മെട്രിക്സിൻ്റെ ഓർഡർ എന്താവണം, സെയിം ആവണം. അതുപോലെ രണ്ടാമത്തെ കണ്ടീഷൻ, കറസ്പോണ്ടിങ് എലമെന്റ്സ് ആർ ഈക്വൽ. അതായത് രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്താ വെച്ചാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഓർഡർ എന്താവണം, സെയിം ആവണം. അതുപോലെ തന്നെ കറസ്പോണ്ടിങ് എലമെന്റ് എന്താവണം, ഈക്വൽ ആവണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എ എന്നുള്ള മെട്രിക്സ് ഞാൻ എടുക്കുകയാണ്. എ എന്നുള്ള മെട്രിക്സ് 2 0 1 4 ആണ്. അതുപോലെ തന്നെ ബി എന്നുള്ള മെട്രിക്സ് ഞാൻ അങ്ങനെ എടുക്കുന്നത് 2 1 1 4 ആണ്. അപ്പോൾ നോക്കുക, ഈ രണ്ട് മെട്രിക്സും ഈക്വൽ ആണോ എങ്ങനെ ചെക്ക് ചെയ്യുക വെച്ചാൽ, ഇതിൻ്റെ ഓർഡർ എത്രയാണ്, ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 2 × 2 ആണ് അല്ലേ, രണ്ട് റോയും രണ്ട് കോളും ഓർഡർ സെയിം ആണ്. അതുപോലെ ഇതിൻ്റെ ഓർഡറോ 2 × 2 ആണ്. അപ്പോൾ എൻ്റെയും ബിൻ്റെയും ഓർഡർ എന്താണ്, സെയിം ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആണെന്നാണ് നോക്കേണ്ടത്. ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ തന്നെയാണ് 2 തന്നെയാണ്, മാറ്റില്ല. അതുപോലെ ഇവിടെ 1 ആണെങ്കിൽ ഇവിടെയും 1 തന്നെയാണ്, പ്രശ്നമില്ല. അതുപോലെ ഇവിടെ 4 ആണ്, ഇവിടെയും 4 തന്നെയാണ്. പക്ഷേ ഇവിടെ 0 ആണ്, ഇവിടെ ആരാണ്, 1 ആണ്. ആയതുകൊണ്ട് ഈ രണ്ട് മെട്രിക്സും എന്തല്ല, ഈക്വൽ അല്ല. അതായത് ഒന്നാമത്തെ മെത്തേഡ് എന്താണ്, ഓർഡർ ഓഫ് ദി മെട്രിക്സ് എന്താവണം, ഈക്വൽ ആവണം. അതുപോലെ തന്നെ കറസ്പോണ്ടിങ് എലമെന്റ് എന്താവണം, ഈക്വൽ ആവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് പറയുള്ളൂ, രണ്ട് മെട്രിക്സ് എന്താന്ന് പറയുള്ളൂ, ഈക്വൽ ആന്ന് പറയുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മളൊരു ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ ആൻഡ് സെഡ്. Find the value of x, y and z where 4 equal to 4 3 x 5 equal to y z 1 5. അപ്പോൾ നോക്കുക, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ് വൈ ആൻഡ് സെഡ് ആണ്. തന്ന കണ്ടീഷൻ എന്താ, രണ്ട് മെട്രിക്സും ഈക്വലാ തന്നിക്കണ്. അങ്ങനെ രണ്ട് മെട്രിക്സ് ഈക്വലാ തന്ന സ്ഥിതിക്ക് നമ്മൾ നോക്കുക, ഇവിടെ നമുക്കറിയാം രണ്ട് മെട്രിക്സ് ഈക്വൽ ആവണ കണ്ടീഷൻ എന്താ, ഓർഡർ എന്താവണം, ഈക്വൽ ആവണം. അതേപോലെ തന്നെ കറസ്പോണ്ടിങ് എലമെന്റ് എന്താവണം, ഈക്വൽ ആവണം. അപ്പോൾ ഇതിൻ്റെ ഓർഡർ ഈക്വൽ ആണ്. ഇതിൻ്റെ ഓർഡർ എത്രയാണ്, 2 × 2 ആണ്. അതേപോലെ ഇതിൻ്റെ ഓർഡർ എത്രയാണ്, 2 × 2 ആണ്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് എലമെന്റ് നോക്കുക, ഇവിടെ 4 ഈക്വൽ ടു ആര് വരും, വൈ വരും. അതായത് വൈൻ്റെ വാല്യൂ എത്രയാണ്, 4 ആണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് സെഡിൻ്റെ വാല്യൂ എത്രയാണ്, ഇവിടെ സെഡ് ആണെങ്കിൽ ഇവിടെ എത്രയാണ്, 3 ആണ്. അപ്പോൾ എന്ത് വരും, സെഡ് ഈക്വൽ ടു ആര് വരും, 3 വരും. അതുപോലെ തന്നെ ഇവിടെ എക്സ് ആണ്, അവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ആരാണ്, 1 ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു എത്രയാണ്, 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും വാല്യൂ കിട്ടി. അപ്പോൾ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. മാട്രിക്സ് എക്സ് പ്ലസ് വൈ 2 5 പ്ലസ് സെഡ് എക്സ് ഈക്വൽ ടു 2 2 7 1. ഫൈൻഡ് ദി വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ സെഡ്. അതായത് നമുക്കൊരു മെട്രിക്സ് തന്നിക്കണ്, രണ്ട് മെട്രിക്സ് തന്നിക്കണ്. ആ മെട്രിക്സിൽ നിന്ന് എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും എന്ത് കിട്ടണം, വാല്യൂ കിട്ടണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കുക, ഇത് രണ്ടിൻ്റെ ഓർഡർ സെയിം ആണല്ലോ. ഇതിൻ്റെ ഓർഡർ എത്രയാണ്, 2 × 2 ആണ്. അതുപോലെ ഇതിൻ്റെ ഓർഡർ എത്രയാണ്, 2 × 2 ആണ്. അപ്പോൾ ഓർഡർ സെയിം ആണ്. ഇനി നമുക്ക് അടുത്ത് എന്താവണം, കറസ്പോണ്ടിങ് എലമെന്റ്സ് എന്താണ്, ആർ ഈക്വൽ ആണ്. കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആണെന്ന് പറയുമ്പോൾ എന്ത് വരും, ഒന്നാമത്തെ എന്ത് വരും, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ആരാണ്, 2 ആണ്. ഓക്കെ, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2 ആണ്. ഇവിടെ 2 ആണ്, ആ 2 ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് 5 പ്ലസ് സെഡ് ആരാണ്, 7 ആണ്. അതായത് 5 പ്ലസ് സെഡ് ഈക്വൽ ടു ആരാണ്, 7 ആണ്. പിന്നെ അടുത്തത് എക്സ് ഈക്വൽ ടു ആരാണ്, 1 ആണ്.
അപ്പോൾ ഈ എക്സ് ഈക്വൽ ടു ആരാണ് 1 ആണ്. നോക്കാം, എക്സിൻ്റെ വാല്യൂ 1 ആണ്. ആ എക്സിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എന്ത് വരും? ദാറ്റ് ഇംപ്ലൈസ് 1 പ്ലസ് വൈ ഈക്വൽ ടു ആരാണ് 2 ആണ്. 1 പ്ലസ് വൈ ഈക്വൽ ടു 2 ആകുമ്പോൾ വൈ ആരാ? വൈ ഈക്വൽ ടു ഈ 1നെ എന്ത് ചെയ്യുക? ലെഫ്റ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ 2 മൈനസ് 1. 2 മൈനസ് 1 എത്രയാണ്? 1. അപ്പോൾ വൈൻ്റെ വാല്യൂ കിട്ടും. വൈൻ്റെ വാല്യൂ എത്രയാണ്? 1 കിട്ടി. ഇനി സെഡിൻ്റെ വാല്യൂ കിട്ടണം. അതായത് 5 പ്ലസ് സെഡ് ഈക്വൽ ടു ആരാണ്? 7 ആണ്. അങ്ങനെയാണ് സെഡ് ആരാ? സെഡ് ഈക്വൽ ടു 7 മൈനസ് 5 ആണ്. സെഡ് ദാറ്റ്സ് ഈക്വൽ ടു 7 മൈനസ് 5 ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും വാല്യൂ കിട്ടി. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് A, B, C and D from the matrix A minus B, 2A plus C, 2A minus B, 3C plus D equal to -1, 5, 0, 30. Find the value of A, B, C and D from the matrix A minus B, 2A plus C, 2A minus B, 3C plus D equal to -1, 5, 0, 30. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈ മെട്രിക്സിൻ്റെ ഓർഡർ എത്രയാണ്? 2/2 മെട്രിക്സ് ആണ്. അതുപോലെ തന്നെ ഈ മെട്രിക്സിൻ്റെ ഓർഡർ എത്രയാണ്? 2/2 ആണ്. ഈ രണ്ട് മെട്രിക്സും എന്താ തന്നിരിക്കുന്നത്? നമുക്ക് ഈക്വലാണ് തന്നിരിക്കുന്നത്. രണ്ട് മെട്രിക്സും ഈക്വലാണ് തന്നിരിക്കുന്നത്. therefore നമുക്ക് എന്താ പറയാ? കറസ്പോണ്ടിങ് എലമെന്റ്സ് എന്താണെന്ന് പറയാ? ഈക്വലാന്ന് പറയാം. ദാറ്റ്സ് ഈക്വൽ ടു A മൈനസ് ബി ഈക്വൽ ടു ആര് വരും? -1 വരും. അതേപോലെ തന്നെ 2A പ്ലസ് സി ഈക്വൽ ടു ആര് വരും? 5 വരും. അതേപോലെ തന്നെ 2A മൈനസ് ബി ഈക്വൽ ടു അടുത്ത ലാസ്റ്റ് 3C പ്ലസ് ഡി ഈക്വൽ ടു 13 ആണ്. ഓക്കെ, ഇവിടെ 4 ഇക്വേഷൻ ഉണ്ട്. A മൈനസ് ബി ഈക്വൽ ടു ആരാണ്? -1 ആണ്. അതേപോലെ 2A പ്ലസ് സി ഈക്വൽ ടു ആരാണ്? 5 ആണ്. അതേപോലെ 2A മൈനസ് 5 ഈക്വൽ ടു ആരാണ്? 0 ആണ്. അതുപോലെ 3C പ്ലസ് ഡി ഈക്വൽ ടു ആരാണ്? 13 ആണ്. നമുക്ക് വാല്യൂ കാണുന്നത് A, B, C ആൻഡ് D ആണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ഇയാളാണ്. ഓക്കെ, ഇക്വേഷൻ നമ്പർ 2 ഇയാളാണ്. ഇക്വേഷൻ നമ്പർ 3 ഇയാളാണ്. ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, ഇങ്ങനെ 4 ഇക്വേഷൻ ഉണ്ട്. 4 വേരിയബിൾ ഉണ്ട്. ഏതൊക്കെ? A, B, C, D എന്നുള്ള 4 വേരിയബിൾ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ആദ്യം 1ഉം 3 നമ്മൾ കമ്പയർ ചെയ്ത് നോക്കാം. എന്താ 1 എന്താ? 1 A മൈനസ് ബി ഈക്വൽ ടു ആരാണ്? -1 ആണ്. അതേപോലെ തന്നെ ഇവിടെ ആരാ? 2A മൈനസ് ബി ഈക്വൽ ടു ആരാണ്? 0 ആണ്. ഓക്കെ, ഈ രണ്ട് ഇക്വേഷനും എ ആണ്, അതുപോലെ ബി ആണ്. ഓക്കെ, നമ്മൾ നോക്കുക. ഇവിടെ നമ്മൾ കറസ്പോണ്ടിങ് ആണ്. എന്റെ ഇവിടെ 1 ആണ്. ഇവിടെ എന്റെ ഇവിടെ ആരാണ്? 2 ആണ്. ഇവിടെ എന്റെ ഇവിടെ 1 ആണ്. അതുപോലെ ഇവിടെ ബിന്റെ ഇവിടെ എന്താണ്? 1 ആണ്. ഇവിടെ ബിന്റെ ഇവിടെ എന്താണ്? 1 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഈ എനെയും ബിനെയും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോ ബിന്റെ കൂടെയുള്ള ആൾക്കാർ എന്താണ്? സെയിം ആണ്. ബിന്റെ കൂടെയുള്ള ആൾക്കാർ സെയിം ആണ്. അതേപോലെ സെയിം സൈൻ ആണ്. ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ മൈനസ് ആണ് ചെയ്യേണ്ടത്. ഇപ്പൊ സപ്പോസ് ഇവിടെ പ്ലസും ഇവിടെ മൈനസും ആണെങ്കിൽ ഒന്നിന്റെ ഓപ്പോസിറ്റ് ആണ് മറ്റേതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. ഓക്കെ, അല്ല ഇനി 2 പ്ലസ് ആണെങ്കിലോ? 2 പ്ലസ് ആണെങ്കിലും തന്നെ ചെയ്യേണ്ടത് മൈനസ് ആണ് ചെയ്യേണ്ടത്. ഇപ്പോ 2 പ്ലസ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? മൈനസ് ആണ് ചെയ്യേണ്ടത്. അതേപോലെ 2 മൈനസ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? മൈനസ് ആണ് ചെയ്യേണ്ടത്. ഏതെങ്കിലും ഒരാള് പോസിറ്റീവും ഒരാൾ നെഗറ്റീവ് ആണ് എന്താ ചെയ്യേണ്ടത്? പോസിറ്റീവും നെഗറ്റീവും എന്താ ചെയ്യേണ്ടത്? പ്ലസ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മളിവിടെ നോക്കുക, ബിന്റെ കൂടെയുള്ള ആൾക്കാർ രണ്ടാളും എന്താ? സെയിം സൈൻ ആണ്. അപ്പൊ നമ്മളവിടെ എന്താ ചെയ്യുക? അതായത് നെഗറ്റീവ് നെഗറ്റീവ് ചെയ്യണം. അതായത് -1 കുറക്കണം 0. -1 കുറക്കണം 0ന്റെ ആൻസർ എത്ര? ദാറ്റ്സ് ഈക്വൽ ടു -1. അതേപോലെ ബി മൈനസ് ബി ആണ്. അതായത് ടോട്ടൽ എന്ത് വരും?
0. അതായത് ഇയാൾ കുറക്കാന്ന് പറഞ്ഞാൽ മൈനസ് ഇവിടെ വരും, ഈ മൈനസ് കൂടെ എന്താവും പ്ലസ് ആവും, ദാറ്റ്സ് ഈക്വൽ ടു 0. അതേപോലെ ഇവിടെ എന്റെ കൂടിന് മൈനസ് ആര് കുറക്കണം, 2a കുറക്കണം. ഇവിടെ ഒരു എ ആണുള്ളത്, ആ ഒരു എന്ന് 2a കുറച്ച് കഴിഞ്ഞാൽ ആൻസർ 1a പ്ലസ് 0 ഈക്വൽ ടു ആര് വരും, -1 വരും. -1 കേട്ടോ, കുറച്ച് കഴിഞ്ഞാൽ -1. ദാറ്റ്സ് ഈക്വൽ ടു -a ഈക്വൽ ടു ആര് വരും, -1 വരും. ദാറ്റ്സ് ഈക്വൽ ടു a ഈക്വൽ ടു ആര് വരും, 1 വരും. എന്റെ ആൻസർ എത്രയാണ്, 1 ആണ്. എന്റെ ആൻസർ 1 കിട്ടിയാൽ ഈ എന്റെ വാല്യൂ ഒന്നെങ്കിൽ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ഒന്നാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ a മൈനസ് ബി ഈക്വൽ ടു ആരാണ്, -1 ആണ്. അതായത് 1 മൈനസ് ബി ഈക്വൽ ടു ആരാണ്, -1 ആണ്. അതായത് ഈ 1നെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് കൊണ്ടുപോകുമ്പോൾ മൈനസ് ബി ഈക്വൽ ടു ആരാണ്, -1 -1. ദാറ്റ്സ് ഈക്വൽ ടു -1 എത്രയാണ്, -2 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് ബി ഈക്വൽ ടു ആര് വരും, -2 വരും. ദാറ്റ്സ് ഈക്വൽ ടു ബി ഈക്വൽ ടു ആരാണ്, 2 ആണ്. ഓക്കെ, അപ്പൊ ബിന്റെ വാല്യൂ എന്ത് കിട്ടി, 2 കിട്ടി. അതുപോലെ എന്റെ വാല്യൂ എന്ത് കിട്ടി, 1 കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ എന്താ, രണ്ടാമത്തെ ഇക്വേഷൻ എന്താ, രണ്ടാമത്തെ ഇക്വേഷൻ 2a പ്ലസ് c ഈക്വൽ ടു ആരാണ്, 5 ആണ്. രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് എന്റെ വാല്യൂ അറിയാം, എന്റെ വാല്യൂ 1 ആണ്. ആ 1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 × 1 പ്ലസ് c ഈക്വൽ ടു ആരാണ്, 5. ദാറ്റ്സ് ഈക്വൽ ടു 5. c ഈക്വൽ ടു എന്ത് വരും, 5 - 2. ദാറ്റ്സ് ഈക്വൽ ടു വരും, 3 വരും. അപ്പോൾ സിന്റെ വാല്യൂ എത്ര കിട്ടി, 3 എന്ന് കിട്ടും. ഇനി നമുക്ക് ലാസ്റ്റ് ഫോർത്ത് ഇക്വേഷൻ ആണുള്ളത്. ഫോർത്ത് ഇക്വേഷൻ ഏതാണ്, 3c പ്ലസ് d ഈക്വൽ ടു ആരാണ്, 13 ആണ്. ആ c ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിന്റെ വാല്യൂ 3 ആണ്. 3 × 3 പ്ലസ് d ഈക്വൽ ടു 13. ദാറ്റ്സ് ഈക്വൽ ടു 9 പ്ലസ് d ഈക്വൽ ടു ആര് വരും, 13 വരും. അതായത് d ഈക്വൽ ടു ആര് വരും, 13 - 9. ദാറ്റ്സ് ഈക്വൽ ടു 4. ഡീൻ്റെ ആൻസർ എത്ര വരും, 4 എന്ന് വരും.